പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ ജനങ്ങൾ നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് വന്യജീവി ആക്രമണം. ഇതിൽ കാട്ടാനാക്രമണമാണ് ഏറ്റവും രൂക്ഷം. ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ ഭൂമിയിലെ കൈതകൃഷിയും കാട്ടാനകൾ കൂടുതലായി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ കാരണമായി എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ആദ്യഘട്ടത്തിൽ റബ്ബറിനൊപ്പം ഇടവിള എന്ന നിലയ്ക്കാണ് കൈതകൃഷി ആരംഭിച്ചത്. എന്നാൽ കൂടുതൽ ലാഭകരമാണെന്ന് കണ്ടതോടെ പല പ്ലോട്ടുകളിലും ഇന്ന് കൈത പ്രധാന കൃഷിയായി മാറിയെന്ന് പ്രദേശവാസികൾ പറയുന്നു. കൈതകൃഷി വർദ്ധിച്ചതോടെ കാട്ടാന ശല്യവും രൂക്ഷമായി. ചെങ്ങറ ഹാരിസൺ കുമ്പഴ എസ്റ്റേറ്റിന് സമീപമുള്ള പമ്പയുടെ കൈവഴിയായ കല്ലാറാണിത്. ഈ ആറിന് ഇരുവശവും മനുഷ്യവാസം ഉണ്ടായിരുന്നു. കാട്ടാന ശല്യം രൂക്ഷമായതോടെ പലരും വീടും നാടും ഉപേക്ഷിച്ചു പോയി. ഈ പ്രദേശത്തെ പലായനമെല്ലാം നടന്നത് കഴിഞ്ഞ 6 വർഷത്തിനിടയിലാണ്. 6-7 വർഷമായി ഇപ്പൊ ഈ ആനശല്യം ഉണ്ടാകാൻ തുടങ്ങിയിട്ട്. കൈത വെച്ചേ പിന്നെ അതിനു മുമ്പേ ഈ കുഴപ്പമില്ലായിരുന്നു, ഇത്രയും കുഴപ്പമില്ലായിരുന്നു. എന്നാലും ഇപ്പം ഭയങ്കര ശല്യമാണ്. 6 മണി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ശല്യം. ഒരു കൂട്ടം ആനയാണ് ഇങ്ങനെ ഇറങ്ങി വരുന്നത്, കാട്ടിക്കൂടെ വെള്ളത്തിൽ നീന്തി അക്കരെ കയറുന്നത്. ഭയങ്കര ശല്യമാണ്. ഇവിടെ ഇരിക്കാൻ ഭയങ്കര പേടിയാണ്. എന്തോ ചെയ്യാനാ, ഇങ്ങനെ പോകുന്നു. കൈതകൃഷി വ്യാപകമായതോടെ ആനകൾ ജനവാസ മേഖലയിലടക്കം ഇറങ്ങുന്നതും പതിവായി. കൂട്ടമായി എത്തുന്ന ആനകൾ നേരെ കൈതത്തോട്ടത്തിലേക്ക് കടക്കും. കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നതും വീടുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും വർദ്ധിച്ചു. കൈത വെച്ചിട്ട് ഇപ്പം 6 കൊല്ലമായി. 6 കൊല്ലമായി. അതിന് ശേഷമാണ് ഈ ആന ഇങ്ങനെ ഇവിടെ തമ്പടിക്കാൻ തുടങ്ങിയത്. ഇപ്പം മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ട, വീട്ടിൽ കിടന്നുറങ്ങണ്ട, ഒന്നും വേണ്ട. പിന്നെ അയ്യത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കിട്ടത്തില്ല. ഒരു 50 മൂട് വാഴയല്ല എൻ്റെ താഴത്തെ വീട്ടിൽ നിന്ന് പോയത്. ഇതുപോലെ കൊലച്ച് നിന്ന വാഴകൾ. പക്ഷേ പോർഷകർക്ക് അപേക്ഷ കൊടുത്തിട്ട് അവർക്ക് ഒരനക്കവുമില്ല. ഇപ്പം 3 കൊല്ലമായി ഞാൻ പോർഷകർക്ക് അപേക്ഷ കൊടുത്തിട്ട്. ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ ഭൂമിയിലെ കൃഷി ആന നശിപ്പിക്കുന്നത് തടയാൻ സോളാർ വേലി ഉൾപ്പെടെയുള്ള നടപടികൾ അവർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതൊന്നും മനുഷ്യന് നേരെയുള്ള കാട്ടാന ആക്രമണം തടയാനുള്ള ശാശ്വത പരിഹാരമല്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. നമുക്കറിയാവുന്ന പോലെ തന്നെ വനത്തിൽ നിന്ന് ആനകൾ ഇറങ്ങുന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. ഒരുപക്ഷെ തീറ്റ തേടിയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് നേരത്തേക്ക് വനമേഖലകളിൽ ഈറയും മറ്റുമൊക്കെ ആയിട്ട് ധാരാളമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വനം വകുപ്പ് അത്തരത്തിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ അത് കുറഞ്ഞു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവ തീറ്റ തേടി ഇറങ്ങുമ്പോൾ അവയ്ക്ക് കൂടുതൽ സാധ്യതയുള്ളത് കൈത കൃഷിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹൈറേഞ്ച് മേഖലകളിൽ ധാരാളമായിട്ട് കൈത വെച്ച് പിടിപ്പിക്കുന്ന ഒരു സമ്പ്രദായം, പ്രത്യേകിച്ചും ഹാരിസൻ്റെ പ്ലാന്റേഷനിലും മറ്റുമൊക്കെ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായ രീതിയിൽ കാട്ടാനകൾ കൂട്ടത്തോടെ ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വലിയ പ്രതിസന്ധിയാണ് മലയോര മേഖലയിലെ മനുഷ്യർ നേരിടുന്നതെന്നും അമിത ലാഭേച്ഛ മാത്രം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ മനുഷ്യർക്ക് ദുരിതം മാത്രമാണ് സമ്മാനിക്കുന്നതെന്നും പശ്ചിമഘട്ട സംരക്ഷണ സമിതി ജില്ലാ സെക്രട്ടറി റജി മലയാലപ്പുഴ പറയുന്നു. ഹാരിസൺ മലയാളം ഈ പ്രദേശത്ത് വ്യാപകമായി കൈതകൃഷി ആരംഭിച്ചത് ഒരു 5-6 വർഷങ്ങൾക്കിപ്പുറമാണ്. രൂക്ഷമായ കാട്ടാനശല്യം ഇവിടെ ഉണ്ടായത് ഇതേ കാലയളവിലാണെന്ന് പ്രദേശവാസികളും സാക്ഷ്യപ്പെടുത്തുന്നു. ക്യാമറാമാൻ അഫ്സൽ രാജിനോടൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം, പത്തനംതിട്ട.